സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായി സൗദിയിൽ നടപ്പാക്കിയ നിദാഖാത്ത് സമ്പ്രദായത്തിൽ തൊഴിൽ പ്രതിസന്ധിയിലായ ഇന്ത്യക്കാരായ 100ഓളം പേർ നവോദയയും ITL വേൾഡും ഒരുക്കിയ പ്രത്യേക വിമാനത്തിൽ നാട്ടിലേക്ക് തിരിച്ചു. കാരുണ്യഹസ്തത്തിന്റെ ചിറകിൽ നാട്ടിലേക്ക് തിരിക്കുന്നവർക്ക് ദമാമിൽ ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ദമാമിൽ നിന്നും കൊച്ചിയിലേക്ക് എയർ ഇന്ത്യയുടെ ഒരു വിമാനം ചാർട്ട് ചെയ്താണ് ദുരിതബാധിതരെ അയച്ചത്. ദമാം പാരഗൺ റെസ്റ്റോറന്റിൽ നടന്ന യാത്രയയപ്പ് സംഗമത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും സാംസ്കാരിക പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. നവോദയ സാംസ്കാരിക വേദി പ്രസിഡന്റ് EM കബീർ സംഗമത്തിൽ അധ്യക്ഷനായി. ആ പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെറുതായിട്ടും വലുതായിട്ടും വിവിധ സംഘടനകൾ ചെയ്തിട്ടുള്ളത്. ജനറൽ സെക്രട്ടറി ജോർജ് വർഗീസ് കാരുണ്യഹസ്തം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. 50 പേർക്കുള്ള ടിക്കറ്റ് നൽകാനാണ് നവോദയ ദൗത്യമിട്ടെങ്കിൽ അത് 70 പേർക്കുള്ള ടിക്കറ്റ് നൽകിക്കൊണ്ടാണ് ആ പ്രവർത്തനം നമ്മൾ പൂർത്തീകരിച്ചത്. 10ഉം 13ഉം വർഷക്കാലം ഇവിടെ ജോലി ചെയ്തിട്ട് നിയമവിധേയമായി രാജ്യത്തിൽ നിന്ന് പോകുകയോ തിരിച്ചു വരുന്നതിനുള്ള സൗകര്യം ഈ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റുകളുടെ ഇടപെടലുകൾ എന്താണെന്നുള്ള പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സൗദി അറേബ്യയിലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ITL ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് ഇത്തരൊരു പരിപാടി നമുക്ക് ചാർട്ട് ചെയ്യാൻ നവോദയപ്പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു സാധാരണ പ്രവാസിയെ പോലെ ഈ സമൂഹത്തിൽ ജീവിച്ച് നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലികളൊക്കെ തന്നെ ചെയ്ത് ഈ സമൂഹത്തിന്റെ ഉന്നതമായ നിലയിലെത്തപ്പെട്ടുകൊണ്ട് സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രചോദനമായി ഈ മേഖലയിൽ ഒട്ടനവധി കാരുണ്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന്റെയും അതിന്റെ ഗ്രൂപ്പിന്റെയും പ്രവർത്തനമാണ് ഇതിന് ഏറ്റവും കൂടുതൽ തുണയായതെന്ന വസ്തുത ഞങ്ങൾ ഓർക്കുകയാണ്. ITL ഇറാം ഗ്രൂപ്പ് CMD ഡോക്ടർ സിദ്ദിഖ് അഹമ്മദും നവോദയ രക്ഷാധികാരി ആസാദ് തിരൂരും ചേർന്ന് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സാമൂഹ്യ പ്രവർത്തനം തുടരുമെന്നും ആരോപണങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും ITL ഇറാം ഗ്രൂപ്പ് CMD ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. ഒരു കാര്യം പറയാനുള്ളത്, നിദാഖാത്ത് വന്നതിന് ശേഷമാണ് സൗദി അറേബ്യയെ പറ്റി ഇന്ത്യയും ഗവൺമെന്റും ഇന്ത്യക്കാരും മനസ്സിലാക്കിയെന്നുള്ള സത്യം ഇവിടെയുള്ളവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ഇന്ത്യക്കാരെ പറ്റി സൗദി അറേബ്യയിൽ രൂപകണ്ടുപോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പണം മാത്രമേ വാങ്ങിച്ചിരുന്നുള്ളൂ. സൗദി അറേബ്യയിൽ ഒരു മന്ത്രിയോ ഒരു നേതാക്കന്മാരോ കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് വന്നതായിട്ട് ചരിത്രമില്ല ഇന്ദിരാഗാന്ധിക്ക് ശേഷം. ഉപകാരപ്രദമായ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വരുന്ന കൂട്ടായ്മകൾക്ക് കഴിയുന്നതിന്റെ പരമാവധി സഹകരണം വാഗ്ദാനം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അതിന് ഇനീഷ്യേറ്റ് ചെയ്ത് വല്ലവരും വല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറ്റം കണ്ടുപിടിച്ച് നടക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു ചോരയിലുള്ളതാണ്. അത് നമ്മൾ ഒഴിവാക്കണമെന്ന് ഞാൻ ഈ സാഹചര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ചില സംഘടനകൾ പറയുന്നു ഞാൻ ഏകപക്ഷീയമായിട്ടാണ്, അല്ല നവോദയക്ക് മാത്രമായിട്ടാണോ KMCCക്ക് മാത്രമായിട്ടാണോ സഹായിക്കുന്നത് എന്നുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ പ്രവാസികാര്യമന്ത്രി വരെ ചോദിച്ചാൽ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളതിന്റെ 10% പോലും നവോദയക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. എപ്പോഴും അവർ വാങ്ങിക്കുന്നത് അവരവരുടെ കാര്യത്തിനായിരിക്കാം. അതുകൊണ്ടാണ് പബ്ലിക്കിൽ പോകാത്തത്. നവോദയ വാങ്ങിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഏത് സംഘടനയായാലും നിറം നോക്കാതെ എപ്പോൾ സഹായം ചോദിച്ച് ITL എന്റെ വീട്ടിന് മുന്നിൽ വന്നാലും ഞങ്ങളുടെ ഓഫീസിന് മുന്നിൽ വന്നാലും ഇതുവരെ തിരിച്ചു വിട്ടിട്ടില്ല. ഞാൻ മരിച്ചാൽ തന്നെ എന്റെ കുടുംബത്തിൽ ഏതെങ്കിലും അണികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗം നിങ്ങൾക്ക് വേണ്ടിയും ഏത് സംഘടന നോക്കാതെയും പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. വർഷമായി ഞാൻ ഈ സൗദിയിൽ വന്നിട്ട് 23 വർഷത്തിൽ 3 വർഷമായിട്ട് അക്കോമേശ്വരമായിട്ട് കമ്പനി ഇത് പുതുക്കി തരാത്തതിന്റെ പേരിൽ വളരെ നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. ഈ ITL വേൾഡും നവോദയയുടെയും കൂടെ സംഘടനയുടെയും കൂടെ പേരിലാണ് ഇപ്പോഴും ഔട്ട് പാസ് എടുത്ത് നാട്ടിൽ പോകാനായിട്ട് സാധിച്ചു കിട്ടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് മാത്രമേ ഇപ്പം ഞാൻ പറയുന്നു. യാത്രാ സൗകര്യം ഒരുക്കി തന്ന നവോദയക്കും ITLനും ഞങ്ങളെല്ലാവരെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്.
ന്യൂസ്.